നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. തിരച്ചിൽ വീണ്ടും എന്ന് തുടങ്ങാനാകുമെന്ന് തീരുമാനിക്കാനായി ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഉന്നതതല യോഗം ചേരുക. യോഗത്തിൽ ഇന്ത്യൻ നേവിയിലെ വിദഗ്ധരും പങ്കെടുക്കും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ നേരത്തെ നിർത്തിവച്ചിരുന്നു. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് 3.5 നോട്ടായാൽ മാത്രമേ തിരച്ചിൽ സാധ്യമാവൂ. എന്നാൽ നിലവിൽ 5.4 നോട്ടാണ് അടിയൊഴുക്ക്. ഈ ആഴ്ച നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ഉണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ പ്രവചനം. അടിയൊഴുക്ക് കുറഞ്ഞാൽ തിരച്ചിൽ സംബന്ധിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നാണ് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചിട്ടുള്ളത്. അർജുനായുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങാനിരിക്കെ വെളിപ്പെടുത്തലുമായി ലോറി ഉടമ മനാഫ് രംഗത്തെത്തിയിരുന്നു. 5 ലക്ഷം രൂപയും ലോറിയുടെ ഇൻഷുറൻസ് തുകയിൽ തീരുമാനമെടുക്കാമെന്നാണ് കർണാടക സർക്കാർ പറഞ്ഞതെന്നാണ് മനാഫ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. അർജുന്റെ കേസിൽ നിന്ന് പിന്മാറിയാൽ 5 ലക്ഷം രൂപ നൽകുമെന്നാണ് കർണാടക സർക്കാർ വാഗ്ദാനം നൽകിയത്. അർജുന്റെ ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് കിട്ടാനിടയുള്ള 5 ലക്ഷം കിട്ടില്ല എന്നും ലോറിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മാത്രം ആ തുക ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. ശിരൂരിലെ തിരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവ് അധികൃതർക്കും ലഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ ദൗത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശിരൂരിൽ നല്ല കാലാവസ്ഥയാണെന്നും തെരച്ചിലിന് അനുമതി ലഭിക്കുന്നില്ല എന്നുമാണ് മനാഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മഴ മാറി വെയിൽ നിന്നിട്ടും പരിശോധനയ്ക്ക് തടസ്സം നൽകുകയാണ് കർണാടക. ഒഴുക്ക് കുറവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനാണ് കർണാടക ആവശ്യപ്പെടുന്നതെന്നാണ് മനാഫ് പറഞ്ഞത്. നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ മാത്രമേ ശിരൂരിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നും മനാഫ് പറയുന്നു. ജൂലൈ 16 രാവിലെ 8:15 ദേശീയപാത 66 ശിരൂരിൽ കുന്നിടിഞ്ഞ് വൻ അപകടമുണ്ടായത്. അപകടത്തിൽ 11 പേർ കാണാതാവുകയായിരുന്നു. ഇതിൽ 8 പേരുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തി. അപകടത്തിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ തെരച്ചിൽ വൈകുന്നതിനുള്ള ആശങ്ക കുടുംബം പങ്കുവച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത്. അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരുന്നത്. അർജുൻ ഉൾപ്പെടെ കാണാതായ 3 പേരെയും കണ്ടെത്താൻ പ്രതിജ്ഞാബദ്ധമാണ് കർണാടക എന്ന് സർക്കാർ അറിയിച്ച കാര്യവും മുഖ്യമന്ത്രിയുടെ കത്തിലുണ്ട്. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കോഴിക്കോട്ടെ വെങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചിരുന്നു. അർജുൻ വർഷങ്ങളായി ബാങ്കിലെ ഇടപാടുകാരനായിരുന്നെന്നും കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നുമായിരുന്നു ബാങ്ക് അറിയിച്ചത്. അടിയൊഴുക്ക് ശക്തമായ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങി ഒരാൾക്ക് പരിശോധിക്കാനുള്ള സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത്. സ്വമേധയാ പുഴയിലിറങ്ങാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപ്പയും സംഘവും പറഞ്ഞിരുന്നുവെങ്കിലും അതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല. നാവികസേനയുടെ സഹായത്തോടെ കഴിഞ്ഞ മാസം 26 തീയതി 3 തവണയാണ് ഈശ്വർ മൽപ്പെ പുഴയിലിറങ്ങി മുങ്ങാൻ ശ്രമിച്ചതെങ്കിലും ഒരു തവണ വടം പൊട്ടി ഒഴുകിപ്പോയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.